ഹലോ, തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഹാങ്മിങ്കിയുടെ സീഡ്സ് മുളപ്പിക്കുന്നതും ഫ്ലവറിങ് സ്റ്റേജിലേക്ക് പ്ലാന്റ് എത്തുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ സീഡ്സ് വാങ്ങിച്ചവർ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും അത് കാണാമല്ലോ. ഞാൻ എടുക്കുന്നത് പോട്ടി മിക്സ് ആണ് കേട്ടോ. ചകിരി കമ്പോസ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോട്ടി മിക്സ് ആണ്. ഇതുപോലെ പോട്ടി മിക്സ് നല്ല ഡ്രെയിനേജൊക്കെ ഉള്ള ഒരു പോട്ടിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഒരു 75% എടുക്കാവുള്ളൂ കേട്ടോ. നിറയെ അങ്ങ് പോട്ടി മിക്സ് എടുക്കരുത്. എന്നിട്ട് നമുക്ക് അതൊന്ന് കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വിത്ത് അതിലേക്ക് പാകാം. ഞാൻ കുറച്ചധികം വെറൈറ്റി സീഡ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പാകാം. പിന്നെ നമുക്ക് ഈ കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സീസൺ വിത്ത് പാകാനുള്ളൊരു ടൈം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് മുതലാണ്. ആഗസ്റ്റ് മുതലെന്ന് പറയുമ്പോൾ മഴയൊക്കെ നന്നായി മാറി വരുന്ന ടൈമാണ്. പിന്നെ നമുക്ക് പോളി ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യാവേ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒക്ടോബർ മുതൽ ഒരു മെയ് വരെയാണല്ലോ ഫ്ലവറിങ് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ജൂലൈയിലൊക്കെ വിത്ത് പാകുമ്പോഴായിരിക്കും നമുക്ക് ഒക്ടോബർ മുതൽ ഫ്ലവറിങ് ആവുക. എങ്ങനെയായാലും നമ്മളൊരു സീഡ്സ് പാകി ഒരു 3 മന്തൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഫ്ലവർ ആയി തുടങ്ങുന്നത്. അതേ വിത്ത് പാകിയ ശേഷം ഇതുപോലെ ഒരു ലെയറും കൂടി നമ്മളതിൻ്റെ മുകളിലേക്ക് പോട്ടി മിക്സ് വിതറി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. ഞാനിതിൻ്റെ കവർ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് സ്റ്റിക്കർ എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ പേര് നോക്കിയിട്ട് നമുക്ക് സ്റ്റിക്കർ എഴുതി ഒട്ടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കളർ അറിയില്ലല്ലോ. നമ്മൾ പല കളേഴ്സുകൾ വാങ്ങുന്നതല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മിക്സഡ് സീഡ് വാങ്ങുന്നവർ അങ്ങനെയൊന്നുമില്ല, നമുക്ക് മിക്സഡ് ആയിട്ടാണല്ലോ ഏതെങ്കിലുമൊക്കെ കളേഴ്സാണല്ലോ കിട്ടുക. പിന്നെ ഞാനിതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യാം. പിന്നെ നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. മാറ്റി വെക്കുമ്പോൾ ഒരുപാട് വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കണ്ട, കുറച്ച് ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെക്കാവേ. പിന്നെ 7 to 14 ദിവസം കേട്ടോ. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ജെർമിനേഷൻ്റെ ഒരു ടൈം വരുന്നത്. 14 ദിവസം ആയിട്ടുള്ള ഒരു വിത്ത് മുളച്ച ഒരു സ്റ്റേജാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിങ്ങനെ പല സീഡ്സുകൾ മുളപ്പിച്ച് ഒരു 14 ദിവസമൊക്കെ ആയ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്. ഓക്കെ. പിന്നെ ഞാൻ നമ്മുടെ ജിഫിയിലും വിത്ത് മുളപ്പിക്കും കേട്ടോ. ജിഫിയിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് കൊടുക്കണ്ട. ഇതൊരു 21 ദിവസം, അതായത് ഒരു 3 ആഴ്ചയായ പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു 4 ഇല വന്നിട്ടുണ്ടാവുകയും ഇതുപോലെ തന്നെ നമുക്കൊരു 4 ഇല വന്നിട്ടുണ്ടാകും. ആ സമയമാകുമ്പോഴേക്കും നമ്മളിത് മാറ്റി നടണേ. നമ്മളിങ്ങനെ ഇതെടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ നനച്ചതിന് ശേഷം വേരൊക്കെ ഒട്ടും പോവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം എടുക്കാനുള്ളത് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നന്നായിട്ട് കെയർ ചെയ്ത് വേണം കേട്ടോ പ്ലാന്റിനെ ഇങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വേര് പൊട്ടിപ്പോവും, പിന്നെ പിടിക്കത്തില്ല. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ്, നമ്മൾ ഒരു 2-3 സ്റ്റേജ് ആയിട്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം പോട്ടി മിക്സ്, ഞാൻ ആ പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ അതിനെ യൂസ് ചെയ്യുന്നത്. ആദ്യം എടുത്ത പോട്ടി മിക്സ് തന്നെയാണ് ഗ്ലാസ്സിൽ നിറച്ചതിന് ശേഷം ഇത് നട്ടു കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മളിതിനകത്ത് ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത്. പോട്ടി മിക്സ് അല്ലാതെ എടുക്കുമ്പം നിങ്ങൾ പ്ലെയിൻ മണ്ണെടുക്കുക. ഇതേപോലെ ഗ്ലാസ്സിനകത്ത് പ്ലെയിൻ മണ്ണെടുത്തതിന് ശേഷം ഈ ഒരു 4 ഇല ഈ ഒരു സ്റ്റേജിലെത്തിയ പ്ലാന്റിനെ നട്ടു കൊടുക്കണം കേട്ടോ. ഇതിൽ തൽക്കാലം ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സ്റ്റേജിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ചെറിയ പ്ലാന്റാണ്, അപ്പോൾ പെട്ടെന്ന് അഴുകി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം കൊടുക്കാവുള്ളേ. അതിനുശേഷം നന്നായിട്ട് തണലത്ത് തന്നെ വെക്കണം കേട്ടോ. ഒരു 3-4 ദിവസം നല്ല തണലിലേക്ക് വെക്കുക. പിന്നെ അതും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കും പ്ലാന്റിനെ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുള്ള ടൈം ആവുകയും. അപ്പോൾ ഞാൻ എടുക്കുന്നത് മണലുണ്ടെങ്കിൽ മണലും കൂടെ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ മണൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള മണ്ണാണ് എടുക്കുന്നത്. മണ്ണും സീപ്പോമിൻ്റെ പോട്ടി മിക്സാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എക്കോ3യും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് സീപ്പോമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സീപ്പോമിൻ്റെ പോട്ടി മിക്സും
കമ്പനിയൊന്നും ഒരു വിഷയമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അയ്യോ ഇതെവിടെ കിട്ടും എന്ന് ചോദിക്കേണ്ട. കമ്പനിയൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. ചകിരി കമ്പോസ്റ്റ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പോട്ടി മിക്സ്, പിന്നെ ചാണകപ്പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടി തന്നെ വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡാണ് കേട്ടോ ഞാൻ ഇടുന്നത്. സാഫ് യൂസ് ചെയ്താലും മതി നിങ്ങൾ. ഇപ്പോൾ ഞാനിതിൽ കോപ്പർ ഓക്സി ക്ലോറൈഡാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടും ഒരേ യൂസ് തന്നെ. പിന്നെ കുറച്ചും കൂടി നല്ലത് ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ സംഭവം. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ചേർത്തെടുത്ത പോട്ട് മിക്സാണ് കേട്ടോ ഇത്. നമ്മൾ ഇനി ഹാങ്ങിങ് പോട്ടിലേക്ക് നമുക്ക് പ്ലാന്റിനെ മാറ്റാവേ. ഞാൻ ചെറിയ ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ ഇപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് അത്രയധികം വേരൊന്നും ഇല്ലല്ലോ ഇതിന്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പോട്ട് തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മണ്ണെല്ലാം നിറച്ചതിന് ശേഷം പ്ലാന്റ് നടാവേ. പ്ലാന്റൊക്കെ ഞാൻ നട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇങ്ങനെ ഇന്ന് ഞാൻ ഒത്തിരി പ്ലാന്റ്, ഒരു 10-25 പ്ലാന്റോളം നട്ടു കേട്ടോ. ഇതുപോലെയാണ് ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു, എനിക്ക് തോന്നുന്നത് ഒരു 35-40 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ ഒരു പ്ലാന്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വിൻഗ ഉണ്ടല്ലോ, നല്ല ക്ഷമ വേണേ. ഈ ഒരു കുഞ്ഞ് വിത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു സ്റ്റേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷമ വേണം. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ക്ഷമയില്ലാത്തവരെ കൊണ്ട് ഇതൊട്ടും പറ്റില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് പ്ലാന്റുകളെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസം നല്ല തണലത്ത് വെക്കണേ. പിന്നെ നമുക്കുണ്ടല്ലോ, ഇതിങ്ങനെ ഒരു 4-5 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം ഒരാഴ്ച വേണമെങ്കിൽ വെച്ചോളൂ കേട്ടോ തണലത്ത്. അപ്പോഴേക്കും റൂട്ടൊക്കെ അതിനകത്ത് സെറ്റായിട്ടുണ്ടാവുമേ. റൂട്ടൊക്കെ അതിനകത്ത് സെറ്റായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവേ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാന്റ് നമുക്ക് ഈ ചട്ടിയിലൊക്കെ സെറ്റായി നമുക്ക് വെയിലത്തൊക്കെ വെക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് NPK കൊടുക്കാവേ. 2 ആഴ്ച കൂടുമ്പോൾ NPK കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം സാഫോ കൊടുക്കണം കേട്ടോ. സാഫോ മറ്റേ കോപ്പർ ഓക്സി ക്ലോറൈഡോ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് പ്രൂൺ ചെയ്യൽ മസ്റ്റാണ്. നമ്മൾ ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിത് ഇതുപോലെ ആവത്തുള്ളൂ. ചിലർ പ്രൂൺ ചെയ്യാതെ നിർത്തിയിരിക്കുന്നതായിട്ട് പറയാറുണ്ട് കേട്ടോ. അത് നേരെ ഒരൊറ്റ വള്ളിയായിട്ട് പോത്തേ ഉള്ളൂ. ഇതുപോലെ ബ്രാഞ്ച് ആവത്തില്ല കേട്ടോ, ഒരിക്കലും ആവത്തില്ല. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് ഒന്നും വിചാരിക്കേണ്ട, നന്നായിട്ടങ്ങ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഒരു 2-3 പ്രൂണെങ്കിലും കഴിയുമ്പോൾ മാത്രമായിരിക്കും കേട്ടോ പ്ലാന്റ് ഭയങ്കര നന്നായിട്ട് ബുഷിയാവുന്നത്. ഞാൻ ഇതൊക്കെ അതുപോലെ തന്നെ വിത്തിട്ട് മുളപ്പിച്ച് എടുത്ത ഫ്ലവറിങ് തുടങ്ങിയ പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ. ഏതാണ്ട് ഒരു 3 മാസം ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ കണ്ടോ, നമ്മൾ ഹാങ്ങിങ് വിങ്ക പാകുമ്പോൾ ഇതുപോലെ അപ്രൈറ്റ്സും വരാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതിനെ ഒന്ന് പൂക്കാനായിട്ട് വിട്ടേക്കുവാണ്. നല്ല എക്സോട്ടിക് വിങ്ക വല്ലതുമാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനതങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്രൈറ്റ്സ്, എനിക്ക് ഹാങ്ങിങ് ആണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കണ്ടോ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര ടൈമാണല്ലേ നമ്മളിതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. നല്ല ക്ഷമ വേണം കേട്ടോ. അങ്ങനെ നമുക്ക് ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ ഇത്രയും മനോഹരമായ ഒരു പൂക്കാലം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഹാങ്ങിങ്ങോളം ഭംഗി മറ്റെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ് ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് കിടക്കുമ്പോൾ. മഴക്കാലം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പോളി ഹൗസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിനെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതും എങ്ങനെയും ഫ്ലവർ ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.